സോ നമ്മൾ നമ്മുടെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുവാണ്. ആയിട്ടിടും കേട്ടോ, മറ്റേ എന്നാ ബ്ലൂപ്പേഴ്സ് ആയിട്ട് ഞാനിടും. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ ഇന്ന് ഒരു ഷോപ്പിങ്ങിന് പോവാണ്. ഷോപ്പിംഗ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഇടയ്ക്ക് അറ്റേഷൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പം അതിൽ കുറച്ച് ഡ്രസ്സസ് ഫിറ്റ് ആവാതെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പോകുന്ന വഴിയാണ്. സോ ഓൾറെഡി നമ്മൾ ഓൾഡ് നേവിയിൽ പോയിട്ട് ഡ്രസ്സ് എക്സ്ചേഞ്ച് ചെയ്തില്ല. അവിടെ നിന്ന് നമ്മൾ റിട്ടേൺ ചെയ്തു 2 ഡ്രസ്സ്. ബാക്കിയൊക്കെ ഫിറ്റ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ മേസൺവിൽ പ്ലേസ് എന്ന് പറയുന്ന മാളിലേക്ക് പോവാണ്. ഇവിടെ നമുക്ക് ഈ ഒരു മാള് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ അവിടുത്തെ ജാക്ക് ആൻഡ് ജോൺസ് എന്ന് പറയുന്ന സ്റ്റോറിലോട്ട് പോകുന്ന വഴിയാണ്. പക്ഷെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഇന്ന് ഭയങ്കര ക്ലൗഡിയാണ്. രാവിലെ തൊട്ട് മഴയായിരുന്നു ഇന്നത്തെ ദിവസം. ഇവിടെ കാണുന്നത് ഈ കൺസ്ട്രക്ഷൻസ് ഒക്കെയാണ്. ഈ സമ്മർ ടൈം ആകുമ്പോൾ ഇവിടെ കൺസ്ട്രക്ഷൻസ് തുടങ്ങും. വിൻ്റർ ടൈം ആകുമ്പോൾ നിറച്ച് മഞ്ഞായിരിക്കും. അതൊക്കെയാണ് ഇവിടുത്തെ റോഡിൻ്റെ കഥകൾ. ഇങ്ങനെ കുറേ നേരം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിങ്ങനെ കിടക്കേണ്ടി വരും ഈ കൺസ്ട്രക്ഷൻസ് ഉള്ള സമയത്ത്. സമ്മർ കാലഘട്ടങ്ങളിൽ മുഴുവനും ഇതുപോലെ റോഡുകളിൽ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കാരണം വിൻ്ററിൽ ഇവർക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സോ നമ്മളിങ്ങനെ ട്രാഫിക് സിഗ്നലിൻ്റെ അവിടെ കാത്ത് കിടക്കുകയാണ് ലെഫ്റ്റ് എടുക്കാൻ. ഓരോരോ എൻട്രൻസുകളുണ്ട്, 1 2 3 4 5 6 എന്നൊക്കെ പറഞ്ഞ്. എനിക്ക് തോന്നുന്നു നമ്മൾ 6th എൻട്രൻസിലോട്ടാണ് കയറുന്നത്. നമ്മൾ ടാക്സി എടുത്ത് വന്നിട്ട് ഈ ഡ്രസ്സ് വാങ്ങിക്കാൻ വന്നപ്പോൾ നമ്മൾ എൻട്രൻസിൻ്റെ നമ്പർ പറയുമ്പോഴാണ് ഇവർ പിക്കപ്പിനും ഡ്രോപ്പ് ഓഫിനും ഒക്കെ അവർ വരുന്നതും പോകുന്നതും ഒക്കെ ടാക്സി. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയിലാണ് പോകുന്നത്. നമ്മളെത്തി. സോ ഇപ്പം നമ്മൾ തന്നെയാണല്ലോ വരുന്നത്. അപ്പം ഞാൻ മുന്നേ വന്നപ്പോൾ നമ്മൾ എൻട്രൻസ് നമ്പറൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഡ്രോപ്പ് ഓഫ് ചെയ്യുക ടാക്സിക്കാർ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി. ഇവിടെ വന്ന് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി ജാക്ക് ആൻഡ് ജോൺസ് എവിടെയാണ്. 6th എൻട്രൻസിൽ നിന്ന് അടുത്ത് തന്നെയാണ്, ഒത്തിരി ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് എലവേറ്റർ എടുത്ത് മേളിലോട്ട് പോവുക, കടയിലേക്ക് ചെല്ലുക. അവിടെ പോയിട്ട് നമ്മൾ 2 ടീഷർട്ട്സ് മാറി എടുത്തു. നല്ല കളർ 2 ടീഷർട്ട് അച്ചാച്ചന് ചേരുന്നത് നോക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ആണെങ്കിൽ മാളിനകത്തൂടെ എല്ലാം നടന്ന് പുറത്തു പോയി അവിടെയുള്ള എല്ലാവർക്കും ഹായ് ഒക്കെ കൊടുത്ത് എല്ലാവരുടെയും പുറകെ നടക്കുന്നുണ്ട് അതിൽ. പിന്നെ ആണെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യാൻ ചെന്നപ്പോൾ അവിടുത്തെ മാനേജർ കുട്ടി ഉണ്ടായിരുന്നു. കുട്ടിയുടെ കൂടെ തന്നെയായിരുന്നു അവിടെ പിന്നെ ഒരു ക്യാഷിലൊരു കുട്ടിയെ ഉണ്ടായിരുന്നു. 2 പേർക്കും ഹൈഫൈയും ഒക്കെ കൊടുത്ത് അവിടെ നിൽപ്പുണ്ട്. ആണെങ്കിൽ മാനേജറിനെ സോപ്പിട്ട് ജാക്കിലാക്കി. നമുക്കാണെങ്കിൽ എക്സ്ചേഞ്ചിൻ്റെ ടീഷർട്ട്സ് മാറുന്ന കൂടാതെ ജീൻസിന് എംപ്ലോയി ഡിസ്കൗണ്ട് ഇട്ട് ആ കുട്ടി തന്നു. അങ്ങനെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി ഡിസ്കൗണ്ട് തരുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഏഡുവിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരിയുടെ പേഴ്സണൽ ഡിസ്കൗണ്ട് ഒക്കെ കിട്ടി. അങ്ങനെ അതും മേടിച്ചെടുത്തു നമ്മുടെ ഏടുക്കുട്ടൻ. അപ്പോൾ അവിടുത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പതിയെ അവിടെ നിന്ന് ഇറങ്ങി. നല്ല ക്ലൗഡിയാണ്. നമുക്കങ്ങനെ സണ്ണി വെതർ ഒന്നും അല്ല. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ല സണ്ണി വെതറായിരുന്നു. ഇന്നിപ്പോൾ ക്ലൗഡി ആയതുകൊണ്ട് നമുക്ക് എവിടെയും പോകാനൊന്നും ഉള്ള ഒരു മൂഡൊന്നുമില്ല. ഇനിയിപ്പം ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ ഓൾറെഡി മോളുവിൻ്റെ സ്പെഷ്യൽ മന്തിച്ചോറും ചിക്കനും മാനേജൊക്കെ ഉണ്ടാക്കിയതിരിപ്പുണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം അങ്ങ് എൻഡ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. സോ ഇപ്പോൾ പോകുന്ന വഴിക്ക് എന്തായാലും നമുക്കൊരു കാപ്പി കുടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. സോ ഏഡുവിനെ അച്ചാച്ചൻ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഏഡുവിനോട് പറഞ്ഞു ബ്ലൂബെറി മഫിൻ വാങ്ങിച്ച് തരാമെന്ന്. സോ ഏഡു ബ്ലൂബെറി മഫിൻ കഴിക്കാൻ വേണ്ടിയിട്ട് ബ്ലൂബെറി മഫിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വേറെ എവിടെയല്ല പോകുന്നത്, ടിം ഹോർട്ടൻസിലാണ് പോകുന്നത്. നമുക്ക് ഡ്രൈവ് ത്രൂവിൽ പെട്ടെന്ന് കിട്ടി ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം അതാണല്ലോ. സോ നമ്മൾ ഡ്രൈവ് ത്രൂവിൽ കയറി ഓർഡർ ചെയ്തെടുത്തത്, ഞാൻ ക്രസോണ്ട് പ്ലെയിൻ ആണ് പറഞ്ഞത്. പക്ഷേ നെറ്റുള്ള ക്രസോണ്ട് അടിപൊളിയാണെന്നും പറഞ്ഞ അച്ചാച്ചൻ എനിക്ക് മേടിച്ച് തന്നതാണ്. ഞാൻ ഫ്രഞ്ച് വാനിലയുടെ കൂടെ മധുരം കഴിക്കാറില്ല. പക്ഷേ അച്ചാച്ചൻ അത് ട്രൈ ഔട്ട് ചെയ്യാൻ പറഞ്ഞു. മോന് ബ്ലൂബെറി മഫിനാണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മളതൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എവിടെയെങ്കിലും പോകണമെന്നൊക്കെ ഓർത്തിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുക. പക്ഷേ പോകണ്ട, വീട്ടിൽ പോകാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. കാരണം ക്ലൗഡി വെതറാണല്ലോ, പ്രത്യേകിച്ച് എവിടെയും നമുക്ക് പോകാനൊന്നുമില്ല. പിന്നെ തണുപ്പ് ചെറുതായിട്ടുണ്ട്, അതായത് മഴയും കൂടെ പെയ്ത് കിടന്നതുകൊണ്ട്. സോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇനിയിപ്പോൾ ഏകദേശം ഇപ്പോൾ സമയം 7 മണിയൊക്കെ ആകാറായിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ്, 8:30 ആകുമ്പോഴാണ് ഇപ്പം സന്ധ്യയാവുന്നത്. അപ്പോൾ സമയം പതിയെ കുറഞ്ഞ് ഇപ്പം ഇത്രയും നാളും 10 മണിക്കേ സന്ധ്യ ആകത്തുള്ളായിരുന്നു. ഇപ്പം നേരത്തെ ആവും.
അപ്പോൾ ഇനിയിപ്പോൾ വിൻ്ററും കൂടെ ആകുമ്പോഴത്തേക്കും 4 മണിയാകുമ്പോൾ സന്ധ്യയാവും. താമസിച്ച് നേരം വെളുക്കും. അങ്ങനെയാണ്. രാത്രി കൂടുതലായിരിക്കും. ഇപ്പോൾ നമുക്ക് പകൽ കൂടുതലാണ്. ഇപ്പോൾ പതിയെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ അച്ചാച്ചൻ വന്നപാടെ വാങ്ങിച്ച ഡ്രസ്സ് ഞാനൊന്ന് ഇട്ട് കാണിക്കാനൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ രണ്ടുപേരും ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞൊഴഞ്ഞ് കയറി വന്നിട്ടുണ്ട്. അത് ഇടരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. സോ നമ്മൾ നമ്മുടെ വ്ളോഗ് ഇന്നിവിടെ എൻഡ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസും ഷോർട്സും ഒക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോസിൽ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ് ആൻഡ് ഷോർട്സ്. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ. ബൈ.